ത്രിപുരയിൽ 464 പോളിംഗ് ബൂത്തിലേക്ക് റീപോളിംഗ് ആവശ്യപ്പെട്ട് സിപിഐഎമ്മിന്റെ പ്രതിഷേധം നടത്തി. ത്രിപുരയിലും പശ്ചിമബംഗാളിലും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നുവെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. സൈന്യത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് തേടുന്ന ബിജെപി നേതാക്കൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. ഇപ്പോൾ വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, സിപിഐഎം ഒരു കടുത്ത പ്രതിഷേധം തന്നെ നടത്തുകയാണ്. കാരണം വ്യക്തമായ നിലപാടുള്ള സിപിഎമ്മിന് ഇത്തരമൊരു നടപടി എടുക്കണമെന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ മുമ്പിൽ വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിലെ വെസ്റ്റ് ത്രിപുരയിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ 2 മണ്ഡലങ്ങളുമാണ് വോട്ടെടുപ്പ് നടന്നത്. എന്നാൽ ഈ വോട്ടെടുപ്പിൽ വ്യാപകമായിട്ടുള്ള അട്ടിമറികൾ നടന്നെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ സിപിഎം രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വോട്ടിംഗ് നടന്ന സമയത്ത് പല ബൂത്തുകളിലും സൈന്യത്തിന്റെ സുരക്ഷയോ അതോടൊപ്പം തന്നെ CCTV ക്യാമറകളോ ഒന്നും തന്നെ ബൂത്തുകളിൽ ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ വോട്ടിങ്ങിനെത്തിയ പല പാർട്ടി പ്രവർത്തകരെയും ഇവർ മർദ്ദിച്ച് തിരിച്ചയക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതോടൊപ്പം തന്നെ പല ബൂത്ത് ഏജന്റുമാരെയും സിപിഐഎം പാർട്ടിയുടെ പല ബൂത്ത് ഏജന്റുമാരെയും ബൂത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാത്ത ചില സാഹചര്യങ്ങളും ത്രിപുരയിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇങ്ങനെ അട്ടിമറി നടന്ന 464 ബൂത്തുകളിൽ റീപോളിംഗ് നടത്തണമെന്ന ആവശ്യവുമായി കഴിഞ്ഞ ദിവസം സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചത്. അതിനു പിന്നാലെയാണ് ഇന്ന് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധവുമായി സിപിഎം രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിലും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ 464 ബൂത്തുകളിൽ വെസ്റ്റ് ത്രിപുരയിലെ 464 ബൂത്തുകളിലും വീണ്ടും പോളിംഗ് നടത്തണം. അതോടൊപ്പം തന്നെ പ്രശ്നബാധിത ബൂത്തുകളിലെല്ലാം തന്നെ അർദ്ധസൈന്യത്തിന്റെ സേവനം ഉറപ്പാക്കണം. CCTV ക്യാമറകൾ ഉറപ്പാക്കണം. ആദ്യ ഘട്ട തെരഞ്ഞെടുപ്പിൽ നടന്ന പോലുള്ള അനിഷ്ട സംഭവങ്ങളും അട്ടിമറികളും നടക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സമരം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായിട്ടുള്ള വിമർശനവും ഇപ്പോൾ സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉന്നയിച്ചിരിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സൈന്യത്തിന്റെ പേര് ഉപയോഗിക്കരുതെന്ന്. എന്നാൽ BJP ദേശീയ അധ്യക്ഷനായിട്ടുള്ള അമിത്ഷായും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പല തെരഞ്ഞെടുപ്പ് റാലികളിലും സൈന്യത്തിന്റെ പേര് പറയുകയും അതോടൊപ്പം തന്നെ വർഗീയത ഇളക്കിവിടുകയും വർഗീയ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ സൈന്യത്തിന്റെ പേര് പറയുകയും വർഗീയ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിക്കും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കും എതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി ചോദിച്ചിരിക്കുന്നത്. എന്തു തന്നെയായാലും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ചില നടപടികളാണ് ഇപ്പോൾ ത്രിപുരയിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും നടക്കുന്നത്. ഇതെല്ലാം അവസാനിപ്പിക്കുവാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ശക്തമായിട്ടുള്ള ഇടപെടൽ വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ CPIM ആവശ്യപ്പെട്ടിരിക്കുന്നത്. നസിയ, വിഷ്ണു, അതുപോലെ തന്നെ BJPയുടെ ഈ ഒരു സൈന്യത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കൽ CPM മാത്രമല്ല, നേരത്തെ സൈന്യവും കത്തുൾപ്പെടെയുള്ള രാഷ്ട്രപതിക്ക് കത്തുൾപ്പെടെ ഒരു പരാതി കൂടി നൽകിയിരുന്നു. ഇത് BJPയുടെ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിക്കില്ലേ? നസ്യ, BJPയുടെ ഭാഗത്തു നിന്നും സൈന്യത്തിന്റെയും അതുപോലെ തന്നെ വർഗീയ പരാമർശങ്ങളും വളരെയധികം വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഉത്തർപ്രദേശിലെ ലാത്തൂരിൽ പ്രസംഗിക്കുന്ന സമയത്ത് അന്ന് പ്രസംഗിച്ചത് കന്നി വോട്ട് ചെയ്യുന്നവർ ബാലാക്കോട്ടിൽ എയർ സ്ട്രൈക്ക് നടത്തിയവർക്കും അതുപോലെ തന്നെ പുൽവാമയിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്കും വേണ്ടി വോട്ട് ചെയ്യണം. അതായത് ഇതിനെല്ലാം തിരിച്ചടി നൽകിയത്, പാകിസ്ഥാന്റെ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകിയത് BJP സർക്കാരാണ്. അതുകൊണ്ട് BJP സർക്കാരിന് വോട്ട് ചെയ്യണമെന്നായിരുന്നു പ്രധാനമന്ത്രി ലാത്തൂരിൽ പ്രസംഗിച്ചത്. ഇതിനെതിരെയെല്ലാം തന്നെ വ്യാപക പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നു. സൈനികരുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സിവിൽ സർവീസിൽ നിന്നും വിരമിച്ച IAS ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ രാഷ്ട്രപതിക്കടക്കം പരാതികൾ നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ CPIM-ഉം ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. CPIM പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ ഒരിക്കലും സൈന്യത്തിന്റെ പേര് പറയുകയോ സൈന്യ നേട്ടങ്ങളെ ഉപയോഗിക്കുകയോ ചെയ്തത്. എന്നാൽ BJPയുടെ പല നേതാക്കന്മാരും അതോടൊപ്പം തന്നെ രാജ്യത്തിന് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി 462 മണ്ഡലങ്ങളിൽ റീപോളിംഗ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ CPM പ്രതിഷേധം നടത്തുകയാണ്. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും വിഷ്ണു നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആംബുലൻസ് യാത്ര നടത്തുന്നു.
കാസർഗോഡ് സ്വദേശികളായ സാനിയ മിത്താഹ് ദമ്പതികളുടെ 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് ചികിത്സയ്ക്കായി തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ന് രാവിലെ 10:30 മംഗലാപുരത്ത് നിന്ന് ആംബുലൻസ് പുറപ്പെട്ടു. ഈ ആംബുലൻസിന്റെ പ്രയാണം ജനങ്ങളിലെത്തിക്കാനായി സോഷ്യൽ മീഡിയയിൽ ലൈവായി പ്രചരിപ്പിക്കുന്നുണ്ട്. വഴിയിലുണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാനും ജനങ്ങളുടെ സഹകരണം ലഭിക്കാനുമാണ് അധികൃതരുടെ ശ്രമം. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേർന്നു. വിഷ്ണു, ഒരു നാടിന്റെ തന്നെ ഒരു ശ്രമം തന്നെയാണ് ഒരു ജീവൻ രക്ഷിക്കാനായി. ഇപ്പോൾ ആംബുലൻസിന്റെ യാത്ര എവിടെ എത്തി? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സാനിയ, തീർച്ചയായും ഇപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സഹകരണം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 15 മണിക്കൂറിലേറെ ദൈർഘ്യമുള്ള ഒരു യാത്രയാണ് 10 മുതൽ 12 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിനെ തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. KL 60J7739 എന്ന ആംബുലൻസ് ആണ് ഇപ്പോൾ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ഇപ്പോൾ കേരളത്തിന്റെ മാറിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒട്ടേറെ തിരക്കുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് ട്രാഫിക് ജാമുകളുള്ള ഒരു പ്രദേശങ്ങളെല്ലാം തന്നെ ഇതിനിടയിൽ വരുന്നുണ്ട്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കണ്ണൂർ വഴി കോഴിക്കോട് ബൈപ്പാസിലൂടെ മലപ്പുറം ജില്ലയിൽ എത്തുകയും തുടർന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് തൃശൂർ ജില്ല വഴി എറണാകുളം, ആലപ്പുഴ, കൊല്ലം വഴി തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ദേശീയപാതയിലുള്ള റൂട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നാൽ ഈ രാത്രി യാത്ര ഒഴിവാക്കിയത് പകൽ സമയത്ത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആശുപത്രിയിലെ സഹായം തേടാൻ കഴിയും, വഴിയിൽ ആശുപത്രിയിൽ സഹായം തേടാൻ കഴിയും എന്ന കാര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എന്തായാലും ആംബുലൻസ് കടന്നു പോകുന്ന പാതയിൽ വഴിയൊരുക്കാനായി ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം അംഗങ്ങൾ ഇപ്പോൾ സജ്ജരായിട്ടുണ്ട്. അവർ അവരുടെ ഫേസ്ബുക്കിൽ ഇത് ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ, ഏകദേശം 3000-ലധികം ആളുകളാണ് ഇപ്പോൾ ആ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ യഥാസമയം ആ ഒരു പ്രശ്നത്തെ പറ്റി ചോദിച്ചറിയുന്നുണ്ട്. എവിടെ എത്തി ആംബുലൻസ്, അതിന് വേണ്ട ഇനി എന്തെല്ലാം സഹായങ്ങളാണ് വേണ്ട, ഇന്ധനം വേണമോ എന്ന എല്ലാ കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള ആ കുഞ്ഞിന്റെ ജീവന് വേണ്ടിയുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ അത് രക്ഷിച്ചെടുക്കാനുള്ള ഒരു പ്രാർത്ഥനകളുമായി ആളുകൾ കൂടെ നിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ പോലീസും ഇതിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോലീസും ഈ ആംബുലൻസുമായി ബന്ധപ്പെട്ട് വേണ്ട സ്ഥലങ്ങളെല്ലാം തന്നെ അതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇനി അല്പസമയം ഇപ്പോൾ കോഴിക്കോട് ജില്ല പിന്നിടാറായിരിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട പ്രദേശം. ഇവിടെ ഉൾപ്പെടെ ട്രാഫിക് ജാം ഒഴിവാക്കാൻ വേണ്ടതിനായി ആളുകൾ തന്നെ റോഡിൽ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണുള്ളത്. തുടർന്ന് മലപ്പുറം ജില്ലയിലേക്ക് എത്തും. മലപ്പുറം ജില്ലയിൽ താരതമ്യേന ട്രാഫിക് ജാമുകളെല്ലാം തന്നെ കുറഞ്ഞ ഒരു ജില്ലയാണ്. വളാഞ്ചേരി പോലെയുള്ള ചെറിയ പ്രദേശങ്ങളിൽ മാത്രമാണ് ഒരു ട്രാഫിക് ജാമിനുള്ള സാധ്യത ഉള്ളത്. പിന്നെ തുടർന്ന് കേച്ചേരി ഉൾപ്പെടെയുള്ള തൃശ്ശൂരിൽ കുറച്ച് നഗരപ്രദേശങ്ങളിൽ കുറച്ച് ട്രാഫിക് ജാമിനുള്ള സാധ്യതയുണ്ട്. പിന്നെ എറണാകുളം ജില്ലയിൽ എത്തുന്നത് വരെ, അതായത് അങ്കമാലി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ 4 വരി പാതയാണ്, സുഖമായി വരാം. അതിനുവേണ്ട ഒരുക്കങ്ങൾ പോലീസും നടത്തുന്നുണ്ട്. പിന്നെ എറണാകുളം ജില്ലയിൽ എത്തുമ്പോൾ ആലുവ, ഇടപ്പള്ളി, വൈറ്റില, കുണ്ടന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അല്പം പ്രശ്നമുള്ളത്. എന്നാലും ഇവിടെയും ആവശ്യത്തിനുള്ള പോലീസ് വിന്യസിച്ചിട്ടുണ്ട്. പോലീസ് അതിന് വേണ്ട ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആംബുലൻസുമായി. തുടർന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കും. പിന്നീട് അങ്ങോട്ട് കരുനാഗപ്പള്ളി വരെ, കൊല്ലം വരെ 4 വരി പാതയാണ്, സുഖമായ യാത്രയായിരിക്കും. തുടർന്ന് കൊല്ലത്ത് നിന്നും വലിയ തിരക്കില്ലാത്ത രീതിയിൽ തന്നെയാണ് റോഡ് ക്രമീകരിച്ചിട്ടുള്ളത്. തുടർന്ന് എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്താമെന്ന് തന്നെയാണ് കരുതുന്നത്. 3 മണിക്കൂർ പിന്നിടുമ്പോൾ മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് ജില്ല കഴിയാൻ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയ്ക്ക് അപ്പുറം പോവാൻ ഈ ആംബുലൻസിന് സാധിച്ചു എന്ന് തന്നെ ശുഭവാർത്തയാണ്. എന്തായാലും ഒരുപാട് പ്രാർത്ഥനകളുമായാണ് കുട്ടിക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ ഒരു നാട് ഒന്നിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുൻപ് ഒരു സിനിമയിൽ കണ്ടതുപോലെ, ട്രാഫിക് എന്ന സിനിമയിൽ കണ്ടതുപോലെ തന്നെ ഒരു ജീവന് വേണ്ടിയുള്ള ഒരു നാടിന്റെ കൂട്ടായ്മ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ആംബുലൻസിന് വഴിയൊരുക്കുന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നസ്രിയ, കുഞ്ഞുമായി മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ആംബുലൻസ് വഴി 15 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ശസ്ത്രക്രിയയ്ക്കായി യാത്ര വഴി ആംബുലൻസ് യാത്ര നടത്തുന്നു. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും വിഷ്ണു പ്രസാദ് നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ച് കോൺഗ്രസ് നേതാവ് കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം. സ്ത്രീകൾ കഴിവില്ലാത്തവരെന്ന പരസ്യത്തിന്റെ ഉള്ളടക്കം വിവാദമാകുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പരസ്യത്തിനെതിരെ വ്യാപക പ്രതിഷേധം. പരസ്യത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് LDF. BJPയിലേക്ക് പോകില്ല എന്ന പരസ്യത്തിന് ശേഷമാണ് കെ സുധാകരന്റെ വിവാദ പരസ്യം. സ്ത്രീകൾ കഴിവില്ലാത്തവരാണെന്ന് തെരഞ്ഞെടുപ്പ് പരസ്യം വിളിച്ചു പറയുന്നു. പുരുഷൻ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ സാധിക്കുമെന്നും. ഓളെ ടീച്ചറാക്കിയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ഓൾ അവിടെ പോയാൽ ഒന്നും ചെയ്യില്ല. എന്നാൽ അവനാണെങ്കിൽ ആൺകുട്ടിയെപ്പോലെ ചെയ്യും. അവൻ ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സ്ത്രീ പുരുഷ സമത്വം എന്ന ആധുനിക കാലത്തെ സങ്കല്പത്തെ സ്ത്രീ ഒന്നിനും കൊള്ളരുതാത്തവന ആളാണെന്നും പുരുഷൻ മാത്രമാണ് എല്ലാറ്റിനും നല്ലത് എന്നതുമായ ഒരു വേർതിരിവ് സൃഷ്ടിക്കുകയാണ് ഇവിടെ.
LDF സ്ഥാനാർത്ഥി സ്ത്രീ ആയതുകൊണ്ടും PK ശ്രീമതി ടീച്ചർക്ക് സ്ത്രീ വോട്ടർമാർക്കിടയിലെ സ്വാധീനം കണ്ടുമാണ് സ്ത്രീ വിരുദ്ധ പരസ്യമെന്ന് MV ജയരാജൻ പറഞ്ഞു. ഇത്രമാത്രം അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു പരസ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. മറ്റൊന്ന് വ്യംഗ്യാർത്ഥത്തിൽ എതിർ സ്ഥാനാർത്ഥിയെ വളരെ പ്രകടമായിട്ട് ടീച്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ്. അവിടെ പാർലമെന്റിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഇതിനകത്ത് ദുസ്സൂചന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. വളരെ പ്രകടമായിട്ടുള്ള സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള നിന്ദയാണ് ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് അനുസരിച്ച് തന്നെ ഏറ്റവും തെറ്റായിട്ടുള്ള പരാമർശമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യം കാണേണ്ടതായിട്ടുണ്ട്. ഇതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സുധാകരനെതിരെ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജയും പറഞ്ഞു. സുധാകരൻ മുമ്പും നിരവധി സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിരുന്നു. മുഖ്യമന്ത്രി സ്ത്രീകളെക്കാൾ മോശമാണെന്ന പരാമർശം പിൻവലിച്ച് മാപ്പ് പറയേണ്ടി വന്നു. ആർത്തവം അശുദ്ധിയാണ് എന്ന സുധാകരന്റെ പ്രസ്താവനയും വിവാദമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വിദ്വേഷ പ്രസംഗം നടത്തിയ നേതാക്കൾക്കെതിരായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ തൃപ്തി രേഖപ്പെടുത്തി സുപ്രീം കോടതി. കമ്മീഷൻ സ്വന്തം അധികാരങ്ങളിലേക്ക് ഉണർന്നതായി തോന്നുമെന്നും സുപ്രീം കോടതിയുടെ നിരീക്ഷണം. പല അധികാരങ്ങളുമുണ്ടെന്ന് കണ്ടെത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. അതേസമയം പ്രചരണത്തിൽ വിലക്കേർപ്പെടുത്തിയ നടപടിക്കെതിരായ മായാവതി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അടിയന്തര ഇടപെടലിന് കോടതി വിസമ്മതിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായി കമ്മീഷൻ നടപടി സ്വീകരിച്ചിരുന്നു. ഈ നടപടികളിലാണ് സുപ്രീം കോടതി തൃപ്തി രേഖപ്പെടുത്തിയത്. കമ്മീഷൻ സ്വന്തം അധികാരത്തിലേക്ക് ഉണർന്നതായി തോന്നുന്നുവെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. വിദ്വേഷ പ്രസംഗങ്ങളിൽ നടപടി സ്വീകരിക്കുന്നതിൽ അധികാര പരിമിതികൾ ഉണ്ടെന്ന നിലപാട് മാറ്റിയ കമ്മീഷൻ പല അധികാരങ്ങളുമുണ്ടെന്ന് കണ്ടെത്തിയതായി കോടതി അറിയിച്ചു. കേസ് പരിഗണിക്കവെ വിലക്ക് ഏകപക്ഷീയമാണെന്നും വിഷയത്തിൽ ഉടൻ ഇടപെടൽ വേണമെന്നും BSP അധ്യക്ഷ മായാവതി ആവശ്യപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരം ഉപയോഗിച്ചുള്ള നടപടിയിൽ ഇടപെടാൻ ആകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ചട്ടലംഘനം നടത്തിയവർക്കെതിരെയാണ് നടപടി. അതിനാൽ ഇപ്പോൾ ഒരു ഉത്തരവിന്റെ ആവശ്യമില്ല. പ്രത്യേക അപേക്ഷ ഫയൽ ചെയ്താൽ ആവശ്യം അപ്പോൾ പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടികൾ പരിശോധിക്കുന്നതിനായി വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായ സമിതി രൂപീകരിക്കണമെന്നായിരുന്നു ഹർജി. ഹർജിക്കാരന് ആവശ്യമുള്ളപ്പോൾ കോടതിയെ സമീപിക്കാനും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അനുമതി നൽകി. ന്യൂസ് ബ്യൂറോ, ദില്ലി. 15 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആംബുലൻസ് യാത്ര നടത്തുന്നു. കാസർഗോഡ് സ്വദേശികളായ സാനിയ മിതാഖ് ദമ്പതികളുടെ 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് ചികിത്സയ്ക്കായി തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ന് രാവിലെ 10:30 മംഗലാപുരത്ത് നിന്ന് ആംബുലൻസ് പുറപ്പെട്ടു. ഈ ആംബുലൻസിന്റെ പ്രയാണം ജനങ്ങളിൽ എത്തിക്കാനായി സോഷ്യൽ മീഡിയയിൽ ലൈവായി പ്രചരിപ്പിക്കുന്നുണ്ട്. വഴിയിലുണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാനും ജനങ്ങളുടെ സഹകരണം ലഭിക്കാനുമാണ് അധികൃതരുടെ ശ്രമം. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും വിഷ്ണു പ്രസാദ് ചേർന്നു. വിഷ്ണു, ഒരു നാടിന്റെ തന്നെ ഒരു ശ്രമമാണ് ഒരു 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ഒരു ജീവൻ രക്ഷിക്കാൻ. യാത്ര എവിടം വരെ എത്തി? യാത്രയുടെ മറ്റു വിശദാംശങ്ങൾ. ഇപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് വാഹനം പ്രവേശിച്ചു കഴിഞ്ഞു. രാവിലെ 10:30 ആരംഭിച്ച ഒരു യാത്ര ഇന്ന് ഇപ്പോൾ 2:30 അടുക്കുമ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനിയൊക്കെ തന്നെ പാത ഏറെ സുഗമമാണ്. കാരണം ആളുകളെല്ലാം തന്നെ ഇതറിഞ്ഞ് ഇപ്പോൾ രംഗത്തുണ്ട്. കൂടാതെ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ഒരുക്കുന്നതിന് ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം അംഗങ്ങൾ തന്നെയുണ്ട്. അവർക്കും വഴിയൊരുക്കുന്നതിനും വഴിയിൽ വേണ്ട സഹായങ്ങൾക്കും നാട്ടുകാർ ഒന്നിച്ച് രംഗത്തിറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. ഇപ്പോൾ അല്പസമയം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനും തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ രംഗത്തെത്തി കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ആംബുലൻസ് വരുന്നുണ്ടെന്നും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. പോലീസും നിരന്തരമായി ഈ ആംബുലൻസുമായി ബന്ധപ്പെടുന്നുണ്ട്. തുടർന്ന് ആംബുലൻസിന് വേണ്ട ബ്ലോക്കുകളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ റോഡ് ക്ലിയർ ചെയ്ത് കൊടുത്തുകൊണ്ടുള്ള സഹായ സഹകരണങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇവരുടെ ഫേസ്ബുക്ക് പേജിലും ഇവർ യഥാസമയം എത്തുന്ന സ്ഥലങ്ങളെ കുറിച്ചുള്ള അപ്ഡേഷനുകൾ നൽകുന്നുണ്ട്. അത് സംബന്ധിച്ച് തന്നെ ആളുകൾ അത് ഏറ്റെടുത്തുകൊണ്ട് ആ ഭാഗങ്ങളിലെ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിനും അവിടെയുള്ള വാഹനങ്ങൾ മാറ്റുന്നതിനും വേണ്ട ഒരുക്കങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനിയുള്ളത് മലപ്പുറം ജില്ലയിലുള്ള ദൂരം തന്നെയാണ്. ഏകദേശം ഒരു 90 കിലോമീറ്ററോളം ദൂരം മാത്രമാണ് മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകാനുള്ളത്.
അതിനുശേഷം തൃശൂർ ജില്ലയാണ്, തുടർന്ന് എറണാകുളം, ആലപ്പുഴ, കൊല്ലം വഴി തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ടുപോകുന്നത്. 15 മണിക്കൂറിലേറെ സമയമാണ് സാധാരണഗതിയിൽ മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രി വരെ എത്തുന്നതിന് വേണ്ടത്. എന്നാൽ ഇപ്പോൾ ഇതൊരു 10 മണിക്കൂർ കൊണ്ട് ഓടിയെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ആംബുലൻസ്. എന്തായാലും അതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ഒരുക്കണമെന്ന അഭ്യർത്ഥന കേരളം ഒന്നടങ്കം സ്വീകരിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ട സഹായങ്ങളുമായി അവർ എത്തുന്ന സ്ഥലങ്ങളെ കുറിച്ചുള്ള അപ്ഡേഷനുകൾ സ്വീകരിച്ച് അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പുകളെല്ലാം തന്നെ ലഭിച്ചത് കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള സമയം ലഭിച്ചു. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ മാറ്റുന്നതിനും വാഹനങ്ങൾ മൂലം ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാനും ഈ ഒരു സംഘത്തിന് സാധിച്ചു. എന്തായാലും ഇനിയിപ്പോ അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മലപ്പുറം ജില്ല കടന്നുപോകും. ശേഷം തൃശ്ശൂരാണ്. തൃശ്ശൂരിലും ഇതുപോലെ ഇപ്പോൾ മലപ്പുറം ജില്ല മുതൽ തൃശ്ശൂർ വരെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഗതാഗത തടസ്സങ്ങൾ നീക്കാൻ വേണ്ടി ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതെന്തായാലും ഇപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പ്രധാനമായും അടുത്ത സ്ഥലം ചേളാരി ഉൾപ്പെടെയുള്ള പ്രദേശമാണ്. ചേളാരി, കോട്ടക്കൽ, പുത്തനത്താണി, വളാഞ്ചേരി, കുറ്റിപ്പുറം വഴി അങ്ങനെ മലപ്പുറം ജില്ല കടന്ന് പെരുമ്പിലാവിൽ നിന്ന് തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. തുടർന്ന് കേച്ചേരി, തൃശൂർ വഴിയാണ് ഇനിയുള്ള യാത്ര. എന്തായാലും ഇനി എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളാണ് കുറച്ച് റോഡ് ശ്രദ്ധിക്കേണ്ടതുള്ളത്. എന്നാൽ അവിടെ എല്ലാം തന്നെ പോലീസ് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ ഈ ഒരു ഗതാഗത തടസ്സം നീക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആളുകളും സഹകരിക്കുന്നുണ്ട്. എന്തായാലും 15 ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവന് ഒരു നാട് അത്യധികം ശ്രദ്ധയോടെ അല്ലെങ്കിൽ അതീവ പ്രാർത്ഥനയോടെ തന്നെയാണ് ഇപ്പോൾ അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യുന്നത്. എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുഞ്ഞിനെ സുരക്ഷിതമായി ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നസ്രിയ, വിഷ്ണു, ഏകദേശം 620 കിലോമീറ്റർ ആണ് മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തുള്ള ഒരു ദൂരം. ഈ ഒരു സമയത്തിനുള്ളിൽ കൃത്യത്തിൽ എത്ര മണിയാകും എത്താൻ? എത്ര സമയമായിരിക്കും എത്തുന്നത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സ്വാഭാവികമായി നമുക്കറിയാവുന്നത് പോലെ തന്നെ 15 മണിക്കൂറിലേറെ സമയമാണ് സാധാരണഗതിയിൽ മംഗലാപുരത്ത് നിന്നും തൃശൂർ ശ്രീചിത്ര ആശുപത്രിയിൽ എത്തുന്നതിന് വേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കണക്കുകൂട്ടലുകൾ പ്രകാരം, അതായത് നമ്മുടെ ഈ റോഡുകളിലെല്ലാം തന്നെ വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയാണെങ്കിൽ ഏകദേശം നമുക്ക് സുഗമമായി കുട്ടിയെ 10 മണിക്കൂർ കൊണ്ട് എത്തിക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 15 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ പുലർച്ചെ 1 മണിയോട് കൂടി മാത്രമേ ഇപ്പോൾ കുട്ടിയെ അവിടെ നമുക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഏകദേശം 10 മണിക്കൂർ കൊണ്ട് എത്തിക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഒരു 8 മണി ആ ഒരു സമയത്ത് തന്നെ കുഞ്ഞിനെ ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിക്കാം. കൂടാതെ പകൽ സമയത്ത് ഏറെ ട്രാഫിക് ഉള്ള ഒരു സമയത്ത് ഇത് തെരഞ്ഞെടുക്കേണ്ടി വന്നതിലെ ബുദ്ധിമുട്ടും അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ആ കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള വൈദ്യസഹായം ആവശ്യമായി വന്നാൽ സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനും ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാനുമുള്ള ഒരു സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു പകൽ സമയം ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പകൽ സമയത്തെ യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ സഹകരിക്കേണ്ടത് ജനങ്ങളാണ്. അവർ വഴികളിൽ നിന്ന് വാഹനങ്ങൾ ഒതുക്കി കൊടുക്കുകയും അതേപോലെ ആംബുലൻസിന് സുഖമായി കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും വേണം. ഈ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ യാതൊരു തടസ്സങ്ങളും കൂടാതെ നമ്മൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് പോലെ തന്നെ എന്തായാലും ഒരു 15 മാസം മാത്രം പ്രായമുള്ള കുട്ടിയുടെ നാടെങ്ങുമുള്ള ഒരു പരിശ്രമത്തിനൊടുവിൽ മലപ്പുറത്ത് നിന്നും ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. എന്തായാലും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാനാകും എന്ന ഒരു വിശ്വാസതയിലാണ് നാടെങ്ങും ഇപ്പോൾ പരിശ്രമത്തിൽ നിൽക്കുന്നത്. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും വിഷ്ണു നൽകിയത്.